ഇപ്പം സിനിമാ മേഖലയിൽ വളരെയധികം ചർച്ചകളും കാര്യങ്ങളും വിവാദങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ യൂട്യൂബിലും ടി വിയിലും ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി ആദ്യമൊക്കെ WCCയെ വളരെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ എന്താണെന്നതിൽ WCC ആയിട്ട് ഒരുമാതിരി പോരാടുകയാണ്. അവരെ തോൽപ്പിക്കണമെന്നുള്ള ഒരു രീതിയിൽ പോരാടുകയാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും ആദ്യമൊക്കെ ഒരു പകുതി സപ്പോർട്ടോടെയൊക്കെ വന്നു, ഇപ്പം കംപ്ലീറ്റ് എതിർക്കുവാണ്. അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കാം നമുക്ക് കുറച്ച്. എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാത്തതെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഒരു പാട്ട് പാടുന്ന ഒരു ഗായികയാണ് അത് കൊണ്ടുവന്നത്, അങ്ങനെ ഒരു ആരോപണം. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് മുക്കുകയാണ് ഇവിടെ ചെയ്തത്. ആ വാർത്ത അങ്ങനെ അങ്ങോട്ട് മുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള അവർ പറയുന്ന ആൾക്കാർക്കെതിരെ വരുന്നതെല്ലാം അന്വേഷിക്കണം 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 എന്ന് പറഞ്ഞാൽ ഇതെന്താ അന്വേഷിച്ചൂടെ? ഇതും അന്വേഷിക്കേണ്ട കാര്യമല്ലേ? അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. അതായത് അവർ പറയുന്ന ആളുകൾക്ക് കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ WCCയുടെ അംഗമായ റിമ കല്ലിങ്കലിനും പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ആഷിഖ് അബുവിനും എതിരായിട്ടുള്ള സംസാരമാണ് നമ്മൾ കേട്ടത്. അതായത് ഇപ്പം അവരുടെ വീട്ടിൽ ലഹരി പാർട്ടി നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു വിവാദങ്ങൾ ഇപ്പം വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ ഇറങ്ങിയൊക്കെയാണ് ഭാഗ്യലക്ഷ്മി. എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ലഹരി വിൽപ്പന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. പക്ഷേ WCCയോട് മൊത്തമായിട്ടൊരു എതിർപ്പ് ഇപ്പം ഭാഗ്യലക്ഷ്മിക്ക്. WCC മൊത്തമായി എതിർത്തുകൊണ്ട് മറ്റാരെയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. അതായത് അവർ പറയുന്ന ആളുകൾക്ക് കൊടുക്കട്ടെ, നല്ലത്, അവർ കൊടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവർ എതിര് നിൽക്കുന്ന ആളുകൾക്കെതിരെ വരുന്നതിനെല്ലാം അവർക്കെതിരെ അങ്ങനെയൊക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാം, അല്ല ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. പക്ഷെ ആരെങ്കിലും ഇത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഒരു കേസ് കൊടുത്താലല്ലേ ഇത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ആരെങ്കിലും കൂടി അതിന് കേസ് കൊടുക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇതൊക്കെ ശരിക്കും ആരും പറയുന്നത് അത്ര സത്യസന്ധമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ പ്രീണിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള പ്രകടനമാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചർച്ചകളിലും എല്ലാം വന്ന് നിന്നിട്ട് ഒരു പ്രാവശ്യം ഒരു രീതി പറയും, പിന്നത്തെ പ്രാവശ്യം വേറൊരു രീതി പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഇപ്പം ആരോ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ചർച്ചകളിലും വന്നിരുന്ന് ഇങ്ങനെയെല്ലാം പറയുന്നത്. അത് അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ്. അതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അത് പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ഈ ഭാഗ്യലക്ഷ്മി ആണേലും പറയുന്നതെല്ലാം കംപ്ലീറ്റ് കറക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് അന്വേഷിക്കണ്ടേ? ഇത് അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ, തെളിയട്ടെ എല്ലാം. ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി പേർക്ക് എതിരെ ആരോപണം വന്നിട്ടുണ്ടല്ലേ. ഇത് അന്വേഷണത്തിൽ വ്യക്തമാകാതെ നമുക്കൊന്നും ആരെയും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, ആരെയും തള്ളിപ്പറയാനും പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ നിശിതമായിട്ട് ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ.